നമസ്കാരം. ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 12, 2025 വെള്ളി. ഇന്നലെ യുഎസിൽ നിന്നും ഇൻഫ്ലേഷൻ ഡേറ്റകൾ റിലീസ് ചെയ്യുകയുണ്ടായി. മാത്രമല്ല യൂറോപ്യൻ സെൻട്രൽ ബാങ്കിന്റെ ഇൻട്രസ്റ്റ് റേറ്റിനെ കുറിച്ചുള്ള തീരുമാനങ്ങളും റിലീസ് ചെയ്യപ്പെടുകയുണ്ടായി. അവയെക്കുറിച്ചൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ വിശദമായി തന്നെ ചർച്ച ചെയ്യാം. ഇന്നലത്തോടു കൂടി തുടർച്ചയായി 7ാമത്തെ ട്രേഡിംഗ് സെക്ഷനും നമ്മുടെ മാർക്കറ്റിന് നേട്ടത്തോടു കൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിക്കുകയുണ്ടായി. മാത്രമല്ല 3 ആഴ്ചകൾക്ക് ശേഷം നിഫ്റ്റിക്ക് 25,000 എന്ന ലെവലിന് മുകളിലായിട്ടും വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചെങ്കിലും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്നലെയും ക്യാഷ് മാർക്കറ്റിൽ 3,472.37 കോടി രൂപയ്ക്ക് സെല്ലിംഗ് തുടരുന്ന കാഴ്ചയാണ് ദൃശ്യമായത്. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 4,045.54 കോടി രൂപയ്ക്ക് ബൈയിങ്ങും നടത്തുകയുണ്ടായി. ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പെർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ പ്രകാരം നിഫ്റ്റി 25,000 എന്ന ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കുവാൻ സാധിക്കുകയാണെങ്കിൽ മാത്രമേ ഇന്ന് നിഫ്റ്റിയിൽ മുന്നോട്ടൊരു പ്രയാണം സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ന് നിഫ്റ്റിക്ക് 25,000 എന്ന ലെവലിന് മുകളിലായിട്ട് നിലനിന്നുകൊണ്ട് മുന്നോട്ടൊരു പ്രയാണം സാധ്യമാവുകയാണെങ്കിൽ 25,200, 25,250 ലെവലുകളിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ഫേസ് ചെയ്തേക്കാം. തുടർന്ന് 25,500 എന്ന ലെവലിലും. ഇനി അതേസമയം 25,000 എന്ന സൈക്കോളജിക്കൽ ലെവൽ ബ്രേക്ക് ചെയ്തുകൊണ്ട് നിഫ്റ്റിയിൽ ഒരു ഫോൾ ഉണ്ടാവുകയാണെങ്കിൽ 24,900, 24,800 എന്നീ ലെവലുകളിൽ നിഫ്റ്റിക്ക് ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് മാറിയേക്കാം. എന്നാൽ അതേസമയം 24,750 എന്ന ലെവൽ നിഫ്റ്റി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സെല്ലിംഗ് പ്രഷറും അനുഭവപ്പെട്ടേക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെ എക്സ്പെർട്ടുകളുടെയും അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പർപ്പസുകൾക്ക് വേണ്ടി മാത്രമാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയുണ്ടായത്. ഇന്നലെ പ്രധാനപ്പെട്ട 2 ഗ്ലോബൽ ഇവന്റുകളായിരുന്നു നിലനിന്നിരുന്നത്. ഒന്ന് യൂറോപ്പിൽ നിന്നും യൂറോപ്യൻ സെൻട്രൽ ബാങ്കിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനും മറ്റൊന്ന് വൈകുന്നേരം നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം യുഎസിൽ നിന്നുമുള്ള ഇൻഫ്ലേഷൻ ഡേറ്റയുമായിരുന്നു. യൂറോപ്യൻ സെൻട്രൽ ബാങ്കിന്റെ ഭാഗത്ത് നിന്നും ഇൻട്രസ്റ്റ് റേറ്റുകൾ അൺചേഞ്ച്ഡ് ആയിട്ട് നിലനിർത്തുന്ന തീരുമാനമാണ് വരികയുണ്ടായത്. അതേസമയം യുഎസിൽ നിന്നും 2025 ജനുവരിക്ക് ശേഷം, അതായത് 7 മാസങ്ങൾക്ക് ശേഷം ഇൻഫ്ലേഷൻ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് എത്തിച്ചേരുകയുണ്ടായി. ജൂണിലും ജൂലൈയിലും 2.7 ആയിരുന്ന ഇൻഫ്ലേഷൻ ഓഗസ്റ്റിലേക്ക് വന്നപ്പോൾ 2.9 ഉയരുകയുണ്ടായി. ഭക്ഷ്യവസ്തുക്കളുടെ വിലയിലാണ് ഏറ്റവും കൂടുതൽ ഉയർച്ച രേഖപ്പെടുത്തുകയുണ്ടായത്. ജൂലൈയിൽ 2.9% നിന്നും 3.2% ഉയർന്നപ്പോൾ യൂസ്ഡ് കാറുകളുടെ വിലയിൽ ജൂലൈയിൽ 4.8 നിന്നും ഓഗസ്റ്റിൽ 6% ഉയരുകയുണ്ടായി. അതേസമയം പുതിയ വാഹനങ്ങളുടെ നിരക്കിൽ 0.4% നിന്നും 0.7% ഉയരുകയുണ്ടായി. ഇന്ന് പ്രധാനപ്പെട്ട 2 ഗ്ലോബൽ ഇവന്റുകളാണ് ഉള്ളത്. രാവിലെ 11:30 യുകെയിൽ നിന്നും ജൂലൈ മാസത്തെ GDP മന്ത് ഓൺ മന്ത് റിലീസ് ചെയ്യുന്നുണ്ട്. വൈകുന്നേരം നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം 7:30 യുഎസിൽ നിന്നും സെപ്റ്റംബർ മാസത്തെ കൺസ്യൂമർ സെന്റിമെന്റ്സ് ഡാറ്റ റിലീസ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം വൈകുന്നേരം 4 ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഡാറ്റ പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇന്ത്യയിൽ നിന്നും വരാൻ പോകുന്ന ഇൻഫ്ലേഷൻ ഡാറ്റ ആയിരിക്കും അടുത്ത ആഴ്ചത്തെ നമ്മുടെ മാർക്കറ്റിന്റെ ഗതി നിർണ്ണയിക്കാൻ പോകുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു ഘടകം. ലീഡിംഗ് ആയ ADR സ്റ്റോക്സിൽ വിപ്രോ ADR മാത്രം നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിച്ചപ്പോൾ ബാക്കി എല്ലാ ADR സ്റ്റോക്സിനും നേട്ടത്തോടുകൂടി ഇന്നലെ വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിക്കുകയുണ്ടായി. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. ഇന്നലെ യുഎസിൽ നിന്നും ഇൻഫ്ലേഷൻ ഡാറ്റ 7 മാസത്തെ ഉയർന്ന നിലയിൽ വന്നെങ്കിൽ കൂടിയിട്ടും ഈ വരാൻ പോകുന്ന ഫെഡ് പോളിസിയിൽ 25 ബേസിസ് പോയിന്റ് കട്ടെങ്കിലും ഉണ്ടാകുമെന്നുള്ള ശുഭാപ്തി വിശ്വാസം മാർക്കറ്റും നിക്ഷേപകരും വെച്ച് പുലർത്തുന്നതിന്റെ ഫലമായിട്ട് ഇന്നലെ S&P 500നും നാസ്ഡാക്കിനും ഫ്രഷ് റെക്കോർഡ് ഹൈകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയുണ്ടായി. തുടർന്ന് 2 മാർക്കറ്റുകളും നേട്ടത്തോടുകൂടി തന്നെയാണ് വ്യാപാരം അവസാനിപ്പിച്ചതും. മാത്രമല്ല നിലവിൽ ഡോ ജോൺസ് ഫ്യൂച്ചർ 25 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി തന്നെയാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഡിഫൻസ് സ്റ്റോക്കുകളിൽ കൈവരിക്കാൻ സാധിച്ച നേട്ടത്തെ തുടർന്നും മാത്രമല്ല യൂറോപ്യൻ സെൻട്രൽ ബാങ്കിന്റെ ഭാഗത്ത് നിന്നും ഇൻട്രസ്റ്റ് റേറ്റ് അൺചേഞ്ച്ഡ് ആയിട്ട് നിലനിർത്തിയതിനാൽ മൂലവും 3 യൂറോപ്യൻ മാർക്കറ്റ്സിനും നേട്ടത്തോടുകൂടി തന്നെ ഇന്നലെ വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിക്കുകയുണ്ടായി.
ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ നിലവിൽ ജപ്പാൻ മാർക്കറ്റ് 0.7% നേട്ടത്തോടു കൂടി തന്നെ വ്യാപാരം ആരംഭിച്ചിട്ടുണ്ട്. ഗിഫ്റ്റ് നിഫ്റ്റിയുടെ നിലവിലെ ഇൻഡിക്കേഷൻ പ്രകാരം സ്ലൈറ്റ്ലി പോസിറ്റീവ് ആയിട്ടുള്ള ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. അതേസമയം കൊമോഡിറ്റിയിലേക്ക് വരുമ്പോൾ ബ്രന്റ് ക്രൂഡിലും ക്രൂഡ് ഓയിലിലും ഗോൾഡിലൊക്കെ ഇടിവ് തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്കൽസിലേക്ക് സ്പെസിഫിക് ആയിട്ട് പ്രവേശിക്കാം. നിഫ്റ്റിയുടെ PCR 1.16 എന്ന നിലയിലും മാക്സ് പെയിൻ 25,000 എന്ന ലെവലിലുമാണ് നിലകൊള്ളുന്നത്. പോസിറ്റീവ് ബയാസോട് കൂടിയിട്ടുള്ള റേഞ്ച് ബൗണ്ട് ട്രേഡിംഗിനെ സൂചിപ്പിച്ചുകൊണ്ട് മൈനർ അപ്പർ ഷാഡോയോട് കൂടിയിട്ടുള്ള ബുള്ളിഷ് കാൻഡിൽ സ്റ്റിക് പാറ്റേൺ ആണ് ഡെയിലി ചാർട്ട്സിൽ നിന്നും ദൃശ്യമാകുന്നത്. അതേസമയം നിഫ്റ്റിയുടെ ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജ് ആയ 10-day EMA 20-day 50-day EMAകളെ മറികടക്കുകയുണ്ടായി. അതുകൂടാതെ നിഫ്റ്റിയുടെ RSI നിലവിൽ സ്ഥിതി ചെയ്യുന്നത് 57.79 എന്ന നിലയിലാണ്. വീക്കിലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 26,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 25,400 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ റൈറ്റിംഗ് ദൃശ്യമാകുന്നത്. അതേസമയം പുട്ട് സൈഡിലേക്ക് 25,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നത്. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും കാണുവാനായിട്ട് നിലവിൽ സാധിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ PCR 1.01 എന്ന നിലയിലും മാക്സ് പെയിൻ 55,000 എന്ന ലെവലിലുമാണ്. ഇന്നലത്തെ നേട്ടത്തോടുകൂടി ബുള്ളിഷ് കാൻഡിൽ സ്റ്റിക് പാറ്റേൺ ആണ് ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിൽ നിന്നും ദൃശ്യമാകുന്നത്. അതേസമയം ഇന്നലത്തെ നേട്ടത്തോടുകൂടി ബാങ്ക് നിഫ്റ്റിക്ക് അതിന്റെ ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജുകളായ 10-day 20-day EMAകളുടെ മുകളിലായിട്ടും വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിക്കുകയുണ്ടായി. മാത്രമല്ല RSI 47.42ലേക്കും എത്തിച്ചേർന്നു. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 56,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റുകൾ കാണുവാൻ സാധിക്കുന്നതെങ്കിലും 54,900 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ റൈറ്റിംഗ് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതേസമയം 54,000 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ദൃശ്യമാകുന്നതെങ്കിലും 54,500 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ഇൻഫോസിസ് ഇന്നലെ ചേർന്ന ബോർഡ് മീറ്റിംഗിനെ തുടർന്ന് 18,000 കോടി രൂപ മുടക്കി 1,800 രൂപ പെർ ഷെയർ എന്ന നിലയിൽ 2.41% സ്റ്റേക്ക് അഥവാ 10 കോടി ഷെയർസ് ബൈബാക്ക് ചെയ്യുവാനുള്ള തീരുമാനം ബോർഡ് അപ്രൂവൽ നൽകിയെന്നുള്ള വാർത്ത. കൺസോളിഡേറ്റഡ് കൺസ്ട്രക്ഷൻ കൺസോർഷ്യം പലവിധ ക്ലയന്റുകളുടെ ഭാഗത്തു നിന്നും ലഭിച്ച ഓർഡറുകളെ തുടർന്ന് 180 കോടി രൂപയുടെ ഓർഡേഴ്സ് കമ്പനിക്ക് ലഭിച്ചു എന്നുള്ള വാർത്ത. NBCC ഇന്ത്യ രാജസ്ഥാൻ സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷനുമായിട്ട് 3,700 കോടി രൂപ മൂല്യം വരുന്ന പ്രൊജക്ടിന്റെ MOU സൈൻ ചെയ്തു എന്നുള്ള വാർത്ത. JBM ഓട്ടോ കമ്പനിയുടെ സബ്സിഡറിയായ JBM ഇക്കോ ലൈഫ് മൊബിലിറ്റിക്ക് $100 മില്യൺ ലോങ് ടേം ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഇന്റർനാഷണൽ ഫൈനാൻസ് കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്നും ലഭിച്ചു എന്നുള്ള വാർത്ത. JSW ഇൻഫ്രാസ്ട്രക്ചർ 57 കോടി രൂപ മുടക്കി കർണാടകയിലെ ബെല്ലാരിയില് ബ്രൗൺഫീൽഡ് റെയിൽ സ്ലൈഡിംഗ് സിസ്റ്റം കമ്പനിയുടെ സബ്സിഡറിയായ JSW പോർട്ട് ലോജിസ്റ്റിക്സിനു വേണ്ടിയിട്ട് അക്വയർ ചെയ്തു എന്നുള്ള വാർത്ത. മാരിക്കോ 138 കോടി രൂപ മുടക്കി HW വെൽനസ് സൊല്യൂഷൻസിൽ ബാക്കി നിൽക്കുന്ന 46.02% സ്റ്റേക്ക് അക്വയർ ചെയ്യുവാനായിട്ട് ഡെഫിനിറ്റീവ് എഗ്രിമെന്റിലേക്ക് കമ്പനി പ്രവേശിച്ചു എന്നുള്ള വാർത്തകൾ. ട്രാവൽ ഫുഡ് സർവീസസ് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലെ ടെർമിനൽ 1 ഫുഡ് ആൻഡ് ബീവറേജ് ഔട്ട്ലെറ്റ്സുകളുടെ ലോഞ്ചും ബാറിന്റെയും സെറ്റപ്സും ഓപ്പറേഷൻസും മെയിന്റനൻസും അതുകൂടാതെ മാനേജ്മെന്റിനും വേണ്ടിയിട്ടുള്ള അനുമതി കമ്പനിക്ക് ലഭിച്ചതായിട്ടുള്ള വാർത്തകൾ. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.